ഫീനിയസ് ഗേജ് ഇങ്ങനെ ഒരാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് ഇദ്ദേഹം? അമേരിക്കയിൽ റെയിൽവേ നിർമ്മാണ കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഫോർമാൻ ആയിരുന്നു ഫീനിയസ് ഗേജ്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? 1848 റെയിൽവേ നിർമ്മാണ സ്ഥലത്തുണ്ടായ ഒരു സ്ഫോടനത്തിനിടെ ഏകദേശം 3.5 അടി നീളമുള്ള ഒരു ഇരുമ്പ് കമ്പി ഫീനിയസ് ഗേജിന്റെ തലയിലൂടെ തുളച്ചു കയറിപ്പോയി. ഇടത്തെ കണ്ണ് താഴെയായി കവിളിലൂടെ മുകളിലേക്ക് തുളച്ചു കയറി വലതുവശത്ത് തലയോട്ടിയിലൂടെ അത് പുറത്തേക്ക് തെറിച്ചുപോയി. അദ്ദേഹത്തിന്റെ തലച്ചോറ് നല്ല പരിക്ക് പറ്റി. കമ്പി ഫ്രോണ്ടൽ ലോബും തലയോടും തുളച്ചാണ് കടന്നു വരികയാണ്. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടി. സംസാരിക്കാൻ തുടങ്ങി. പരസഹായത്തോടുകൂടി നടക്കാനും സാധിച്ചു. അക്കാലത്ത് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും അദ്ദേഹത്തിന് അവർ കൊടുത്തു. അങ്ങനെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചികിത്സയിലൂടെ അദ്ദേഹത്തിന്റെ പരിക്കുകളെല്ലാം പൂർണ്ണമായി ഭേദമായി. എന്നാൽ ഈ അപകടത്തോടു കൂടി അദ്ദേഹത്തിന്റെ സ്വഭാവവും പേഴ്സണാലിറ്റിയും ഭയങ്കരമായി മാറിപ്പോയി. അപകടത്തിന് മുമ്പ് ഫീനിയസ് ഗേജ് വളരെ വിനയാന്വിതനായ ഒരു വ്യക്തിയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്ന കഠിനാധ്വാനിയായ ഒരു മനുഷ്യൻ. മറ്റുള്ളവരോട് സഹകരിച്ച് സമാധാനപരമായി കഴിഞ്ഞു വന്നിരുന്ന ഒരു നല്ല വ്യക്തി. എന്നാൽ അപകടത്തിന് ശേഷം ആളുടെ സ്വഭാവം ആകെ മാറിപ്പോയി. തീരെ ഉത്തരവാദിത്തമില്ലാത്ത പരുക്കൻ സ്വഭാവമുള്ള, പ്രശ്നങ്ങളുടെ വരുംവരായികൾ നോക്കാതെ ആലോചിക്കാതെ എടുത്തുചാടി പ്രവർത്തിക്കുന്ന, വിനയം തൊട്ട് തീണ്ടാത്ത, ആർക്കും സഹകരിച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കാനാകാത്ത ഒരു വ്യക്തിയായി മാറിപ്പോയി അദ്ദേഹം. സ്വാഭാവികമായി ആൾക്ക് ജോലി നഷ്ടപ്പെട്ടു. സുഹൃത്തുക്കളെ ആളെക്കുറിച്ച് ഇത് നമ്മുടെ ഫീനിയസ് ഗേജ് അല്ല, മറ്റാരോ ആണ് എന്ന് പറയുന്ന രീതിയിൽ പുള്ളിയുടെ സ്വഭാവം ആകെ മാറിപ്പോയി. ഫീനിയസ് ഗേജ് 1860 മരിച്ചുപോയി. ഈ ആക്സിഡന്റ് നടന്ന് 12 കൊല്ലത്തിന് ശേഷം. എങ്ങനെ മരിച്ചു? ആക്സിഡന്റിൽ തലയ്ക്ക് പറ്റിയ ഡാമേജ് കൊണ്ട് ആൾക്ക് പിൽക്കാലത്ത് ഇടയ്ക്കിടെ അപസ്മാരം വന്നു തുടങ്ങി. അത് മൂർച്ഛിച്ച് ആളുടെ അവസ്ഥ കാലക്രമേണ മോശമായി. കാലിഫോർണിയയിൽ വെച്ച് 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. ന്യൂറോളജിയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസായി മാറിയത്. ഒരു വ്യക്തിയുടെ സ്വഭാവവും പെരുമാറ്റവും തലച്ചോറിന്റെ, പ്രത്യേകിച്ച് ഫ്രോണ്ടൽ ലോബിന്റെ ഘടനയുമായി ബന്ധിപ്പിച്ച ആദ്യത്തെ കേസുകളിൽ ഒന്നാണിത്. തലച്ചോറിന്റെ ഫ്രോണ്ടൽ ലോബുകൾ വികാര നിയന്ത്രണത്തിലും തീരുമാനമെടുക്കാനുള്ള കഴിവിലും സാമൂഹിക ഇടപെടലുകളിലും പെരുമാറ്റത്തിലും വഹിക്കുന്ന പങ്ക് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാക്കാൻ ഈ കേസ് സഹായിച്ചു. അദ്ദേഹത്തിന്റെ തലയോട് തുളച്ചു കയറിയ കമ്പിയും ഇപ്പോഴും ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ വാറൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്.